കുന്നംകുളത്തെ AC മൊയ്തീൻ മുന്നിൽ, പറവൂരിൽ VD സതീശൻ മുന്നിൽ, അങ്ങനെ ഏകദേശം ചിത്രം തെളിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അല്പസമയത്തിനകം ഒരു വ്യക്തത കൂടി വരും. എത്ര ഭൂരിപക്ഷം അല്ലെങ്കിൽ എത്ര സീറ്റ് നേടി എന്നുള്ളതായി കുറഞ്ഞിട്ടുണ്ട്. UDF 100ലേക്ക് എത്തിയിട്ടുണ്ട്. LDF 39, NDA 1 സീറ്റ് എന്നുള്ളതാണ് ഇപ്പോൾ അറിയുന്ന. ആഘോഷത്തിലാണ്, ആവേശത്തിലാണ് KPCC ആസ്ഥാനം. നമുക്കറിയാവുന്ന നിന്ന് തിരിയാൻ സ്ഥലമില്ല, അങ്ങനെ ആളുകൾ KPCCയിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. നേതാക്കൾ മാത്രമല്ല, പ്രവർത്തകരൊക്കെ KPCCയിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതാണ്. അവിടെ എന്തായാലും പ്രതിപക്ഷ നേതാവിന്റെ ലീഡൊക്കെ ഉയരുന്നുണ്ട്. ഇപ്പോൾ എന്താണ് ധർമ്മടത്ത് സംഭവിക്കുന്നതെന്ന് കൂടിയാണ് ഇനി രാഷ്ട്രീയ കേരളം എന്തായാലും ഉറ്റുനോക്കുന്നത്. ബാക്കി എല്ലാം ബൈ പിണറായി എന്നുള്ളൊരു ഫ്ലെക്സ് ഒക്കെ വെച്ചിട്ടാണ് കേട്ടോ KPCCയിൽ ആഘോഷങ്ങൾ നടക്കുന്നത്. ഉമ്മൻചാണ്ടിയുടെ ചിത്രങ്ങളുള്ള പോസ്റ്ററുകളൊക്കെ ഉണ്ട് പ്രവർത്തകരുടെ കയ്യിൽ. അങ്ങനെ നേതാക്കൾ എല്ലാവരും, എല്ലാ നേതാക്കളും അവിടേക്ക് എത്തിയിട്ടുണ്ട്. മുതിർന്ന നേതാക്കൾ എല്ലാവരും തന്നെ KPCCയിൽ എത്തിയിട്ടുണ്ട്. വലിയ വിജയാഘോഷം തന്നെയാണ് ഇനി കാണാനുള്ളത്. ഒപ്പം അവരുടെ പ്രതികരണങ്ങൾ എങ്ങനെയാകും ഇതിനോട് പ്രതികരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഒരുപക്ഷെ ഈ റിസൾട്ട് എല്ലാം ഫൈനലായതിനു ശേഷമായിരിക്കാം ഒരുപക്ഷെ മാധ്യമങ്ങളൊക്കെ അവിടെ ഉണ്ടെങ്കിൽ കാട്ടാക്കടയിൽ ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ UDFന് സാധിച്ചിട്ടുണ്ട്. കാട്ടാക്കടയിൽ MR ബൈജു ആണ് സ്ഥാനാർത്ഥി. അവിടെ IB സതീഷ് സിറ്റിംഗ് MLA ആണ്. കൃത്യമായ പ്രവർത്തനങ്ങൾ നടത്തി വന്നിരുന്ന ഒരു MLA ആണ് IB സതീഷ്. എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് അറിയേണ്ടതുണ്ട്. MR ബൈജു ആണ് അവിടെ ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. തുടക്കം മുതൽ MR ബൈജുവിന്റെ പേര് ഒരു തവണയാണ് IB സതീഷ് ലീഡ് ചെയ്തത്. ബാക്കി സമയത്തൊക്കെയും MR ബൈജു തന്നെയാണ് ലീഡ് ചെയ്തത്. ധർമ്മടത്ത് ഇപ്പോഴും 1000-ലധികം വോട്ടുകൾക്ക് അബ്ദുൾ റഷീദ് ലീഡ് ചെയ്യുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഏറ്റവും സുപ്രധാനമായ കാര്യമാണ്. ഇനി 5ാം പല മന്ത്രിമാരും പിന്നിൽ തന്നെയാണ്. 1-2 മന്ത്രിമാർ മാത്രമാണ് മുന്നിട്ട് നിൽക്കുന്നത് എന്നുള്ളതാണ്. UDF 99ലേക്ക് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി വരുന്നുണ്ട്. LDF 40 കൂടിയിട്ടുണ്ട്. NDA ഇപ്പോഴും 1 എന്നുള്ളതാണ്. UDF 99, LDF 40 എന്നുള്ള കണക്കിലേക്ക് കൂടി പോകുന്നുണ്ട്. 102 വരെ എത്തിയ UDF ആണിപ്പോൾ 100+ എന്നുള്ളൊരു പ്രതികരണമൊക്കെ പറഞ്ഞതിൽ നിന്നും ഇപ്പോൾ 99ലേക്ക് വീണിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. LDF 40 സീറ്റിലായി ഉയർന്നിട്ടുണ്ട്. 38, 37 ഒക്കെ ആയിരുന്നു. അത് പിന്നീട് 40 കൂടിയിട്ടുണ്ട്. NDA ഒരു സീറ്റിൽ തന്നെ ഇപ്പോഴും ചുരുങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് നേമത്ത് തന്നെയാണ്. രാജു ചന്ദ്രശേഖർ തന്നെയാണ് ഇപ്പോഴും മുന്നിൽ നിൽക്കുന്നത്. അരൂരിൽ എന്തായാലും ഷാനിമോൾ ഉസ്മാനാണ് മുന്നിലുള്ളത്. തിരൂരങ്ങാടിയിൽ UDF, താനൂര്, തിരൂര്, കോട്ടയ്ക്കലൊക്കെ UDF തൂത്തുവാരിയിരിക്കുന്നു എന്ന് വേണം പറയാൻ. കേരളത്തിൽ ഒരു തരംഗം ഉണ്ടായിട്ടുണ്ട്, ഒരു ട്രെൻഡ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ആദ്യഘട്ടത്തിൽ ഇപ്പോൾ വരുന്ന ഒരു പ്രൈമറി ആയിട്ടുള്ള കണക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനാകുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.